ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അർച്ചന വീട് വിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരോടും യാത്ര പറയുകയാണ് അർച്ചന. സച്ചി അർച്ചനയോട് മാപ്പ് പറയുന്നു. താനും മോളുമില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലടോ, എന്നെ ഉപേക്ഷിച്ചിട്ട് പോവരുത് എന്നൊക്കെ സച്ചി കൈകൂപ്പി അർച്ചനയോട് പറയുന്നുണ്ട്. അർച്ചന സച്ചിയെ ഒന്ന് നോക്കിയിട്ട് പറയുന്നു, എനിക്കിപ്പോൾ സച്ചിയേട്ടനോട് ഒരു പരാതിയുമില്ല. പക്ഷേ ഒരുമിച്ച് ജീവിക്കാനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, അത്രയേ ഉള്ളൂ. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നമുക്ക് ഇനിയും സംസാരിക്കാം. വിശ്വാസമില്ലാതെ സ്നേഹത്തിന് നിലനിൽപ്പില്ല. അത് പോയാൽ എല്ലാം പോയി എന്ന് അർച്ചന പറയുമ്പോൾ കരയുകയാണ് സച്ചി. ഇനി സച്ചിയേട്ടൻ ഇങ്ങനെ കരഞ്ഞാൽ ഞാനും മോളും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ആർക്കും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അർച്ചന വീട് വിട്ടു പോവുകയാണ്. അർച്ചന എന്ന് വിളിച്ച് വീട്ടിലുള്ള എല്ലാവരും തന്നെ അർച്ചനയുടെ പുറകെ പോകുന്നുണ്ട്. സച്ചി അർച്ചനയുടെ പുറകെ ചെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അർച്ചന അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോവുകയാണ്. സച്ചിയും ലക്ഷ്മിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് അർച്ചന. അതുമാത്രവുമല്ല, സച്ചി അർച്ചനയോട് കുറേ കള്ളങ്ങൾ പറഞ്ഞതും പിന്നെ അവർക്കിടയിലുണ്ടായ കുറേ പ്രശ്നങ്ങളും ഇതൊക്കെ കൊണ്ടാണ് അർച്ചന ഇപ്പോൾ വീട് വിട്ടു പോയിരിക്കുന്നത്. അർച്ചന പോയപ്പോൾ സച്ചി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. ശേഷം ഇപ്പോൾ അവന്തികയെ കാണിക്കുന്നുണ്ട്. അവന്തികയെ ഇപ്പോൾ അവിടെയുള്ളൊരു കസാരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അനിരുദ്ധനും മൂർത്തിയും അവിടെ അരികിൽ തന്നെയുണ്ട്. അടങ്ങിയിരിക്കടി എന്നൊക്കെ മൂർത്തി പറയുന്നുണ്ട് അവന്തികയോട്. കുറച്ച് നേരം കൂടെ ഉള്ളൂ നീ എന്നൊക്കെ പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്, കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ നിങ്ങളെന്നെ കൊല്ലുവോ എന്ന് ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു, അത് നീ എന്നോട് സഹകരിക്കുന്നത് പോലെ ഇരിക്കും. ഇത് നിന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും എന്നെ ഏൽപ്പിക്കാനുള്ള പവർ ഓഫ് അറ്റോർണിയാണ് എന്ന് അനിരുദ്ധൻ പറയുന്നുണ്ട്. ഈ സമയം അവിടേക്ക് ജോലിക്കാരിയും വരുന്നു. ഒപ്പിട് എന്ന് അനിരുദ്ധൻ പറയുന്നു. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല എന്ന് അവന്തിക. ഇത് കേട്ട് അവന്തികയുടെ കാരണത്തിനിട്ട് അടിക്കുകയാണ് അമ്മാവൻ. നീ എന്താ വിചാരിച്ചത്, ഞാൻ ഇന്നും നിന്റെ വാലാട്ടിയായിട്ട് നടക്കുമെന്നോ? നിന്റെ സർവ്വസ്വത്തും എനിക്ക് വേണം, എല്ലാം എനിക്ക് വേണം. മര്യാദയ്ക്ക് ഒപ്പിട് എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു, ഇല്ല, ഞാൻ ഒപ്പിടില്ല. അങ്ങനെ എന്നെ ചതിച്ചിട്ട് ഇത് നേടിയെടുക്കാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. ഇത് കേട്ട് അനിരുദ്ധൻ ദേഷ്യത്തോടെ അവന്തികയുടെ കഴുത്തിൽ പിടിച്ച് അമക്കുകയാണ്. ആ സമയത്താണ് പുറത്ത് ഒരു വണ്ടിയുടെ ഹോണടി ശബ്ദം കേൾക്കുന്നത്. വന്നിരിക്കുന്നത് മറ്റാരുമല്ല, വക്കീൽ തന്നെയാണ്. പുറത്താരോ വന്നിട്ടുണ്ട് എന്ന് അനിരുദ്ധൻ പറയുമ്പോൾ അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ് അവന്തിക. ഉടനെ ജോലിക്കാരി അവന്തികയുടെ വാ പൊത്തിപ്പിടിക്കുന്നു. മൂർത്തിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു തോക്കെടുത്ത് അവന്തികയ്ക്ക് നേരെ പിടിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അനിരുദ്ധൻ അവിടെ നിന്ന് പോകുന്നു. വന്നിരിക്കുന്നത് വക്കീൽ തന്നെ, പക്ഷേ അത് പോറ്റി സാറല്ല. ഉടനെ ആ വക്കീൽ പറയുന്നു, അവന്തിക വരാൻ പറഞ്ഞിരുന്നുവെന്ന്. അപ്പോൾ അനിരുദ്ധൻ പറയുന്നു, അവന്തിക എന്നെ എല്ലാം ഏൽപ്പിച്ചിട്ടാണ് പോയത്. അവന്തിക എവിടെ പോയി എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട്, ഇന്നലെ അവൾ വിളിച്ചില്ലേ എന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നു, അതെ, ഇന്നലെ വിളിച്ചിരുന്നു, ഇന്ന് വരാനും പറഞ്ഞു എന്ന് വക്കീൽ പറയുമ്പോൾ അനിരുദ്ധൻ ചോദിക്കുന്നു, വേറെയൊന്നും പറഞ്ഞില്ലേ എന്ന്. ഇല്ല, പറഞ്ഞില്ല, എന്താ കാര്യം എന്ന് വക്കീൽ ചോദിക്കുന്നു. അവന്തിക പുലർച്ചെയുള്ള ഫ്ലൈറ്റിന് ദുബായിൽ പോയി, വൈകുന്നേരം അവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോകും, ബിസിനസ് ടൂറാണ് എന്ന് അനിരുദ്ധൻ. ഇന്നലെ വിളിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട്. നാളെ പോകാനായിരുന്നു തീരുമാനം, പക്ഷേ എമർജൻസി ആയിട്ട് ഇന്ന് പോകേണ്ടി വന്നു. സാരമില്ല, എല്ലാം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അനിരുദ്ധൻ പറയുന്നു. ഈ സമയം അവന്തികയുടെ വാ മൂടിക്കെട്ടാൻ നോക്കുകയാണ് ജോലിക്കാരിയും മൂർത്തിയും കൂടി. വക്കീൽ ചെറുതായി അവിടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ അവിടെ ശബ്ദം കേൾക്കുന്നത്? ആരോ അലറുന്നത് പോലെയുണ്ടല്ലോ എന്നൊക്കെ വക്കീൽ ചോദിക്കുമ്പോൾ അനിരുദ്ധൻ പറയുന്നു, ഏയ് അതൊന്നുമില്ല, ഇവിടെ ഒരു ജോലിക്കാരിയുണ്ട്, അവൾക്കിടയ്ക്കുള്ളതാണിത്, എന്തെങ്കിലും കണ്ട് പേടിച്ച് കാണും. ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അനിരുദ്ധൻ പറയുന്നു, അവന്തിക തിരിച്ചു വരുന്നത് വരെ കമ്പനിയുടെ കാര്യങ്ങൾ ഞാനാണ് നോക്കുന്നത്. വക്കീൽ എന്തായാലും ഓഫീസിലേക്ക് ചെല്ല്, ഞാനൊരു 1 മണിക്കൂർ കഴിയുമ്പോൾ അവിടേക്ക് എത്തിയേക്കാം, എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് അനിരുദ്ധൻ പറയുന്നു. എന്നാൽ വീണ്ടും അവിടെ ശബ്ദം കേൾക്കുകയാണ്. ഇത് കേട്ട് വക്കീൽ അവിടെ സംശയത്തോടെ തന്നെ നിന്നു. എന്തു പറ്റി എന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, വീണ്ടും എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്നു, ഏയ് അവിടെ ഒന്നുമില്ല, ഞാനൊന്നും കേട്ടില്ലല്ലോ, വക്കീലിന് വെറുതെ തോന്നിയതായിരിക്കും, വക്കീൽ ഇപ്പോൾ ചെല്ല്, ഞാൻ ഉടനെ തന്നെ അങ്ങ് എത്തിയേക്കാം.
എന്ന് അനിരുദ്ധൻ പറയുന്നു. അങ്ങനെ സംശയത്തോടെ തന്നെ വക്കീൽ അവിടെ നിന്നും പോയി. വക്കീൽ പോയ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ വാതിലടച്ച് കുറ്റിയിടുകയാണ് അനിരുദ്ധൻ. എന്നിട്ട് അവന്തികയുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ തന്നെ വന്നു. ദേ, മര്യാദയ്ക്ക് ഒപ്പിടാനാ പറഞ്ഞത്. മൂർത്തിയോട് ഫയൽ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. എന്നിട്ട് അവന്തികയുടെ കയ്യിൽ ആ കെട്ടഴിക്കാൻ ജോലിക്കാരിയോട് പറയുന്നു. അങ്ങനെ ജോലിക്കാരി അവന്തികയുടെ കയ്യിൽ കെട്ടഴിച്ച് വിടുകയാണ്. കൈയുടെ കെട്ടഴിച്ച പാടെ തന്നെ അവന്തിക പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അമ്മാവനെ അവിടെ ചവിട്ടിയിടുന്നുണ്ട്. എന്നിട്ട് ജോലിക്കാരെയും മൂർത്തിയെയും പിടിച്ച് തള്ളി ഇട്ടിട്ട് അവന്തിക രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വീണ്ടും എല്ലാവരും കൂടെ ചേർന്ന് അവന്തികയെ പിടിച്ച് അവിടെ കെട്ടിയിടുകയാണ്. മൂർത്തി പെട്ടെന്ന് തന്നെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് വന്ന് അവന്തികയെ കുത്തിവെക്കുന്നു. പെട്ടെന്ന് തന്നെ അവന്തികയുടെ ബോധം പോയി. ശേഷം ഇപ്പോൾ അർച്ചനയും കുഞ്ഞിനെയുമാണ് കാണിക്കുന്നത്. അർച്ചനയും കുഞ്ഞും റോഡ് സൈഡിലൂടെ നടക്കുമ്പോൾ അവിടേക്ക് ഒരു ഓട്ടോ വരുന്നു. ഓട്ടോയ്ക്ക് കൈ കാണിച്ച് അർച്ചന ഓട്ടോയിൽ കയറുകയാണ്. അർച്ചന പോകുന്നത് വേറെ എവിടേക്കുമല്ല, റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറയുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.